എല്ലാവർക്കും സ്മിത സ്പൈസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയാണ് നമ്മൾക്കല്ലേ. കർക്കിടക മാസം കഴിഞ്ഞിട്ട് നല്ല മഴയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഒരു വെണ്ടക്ക കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു 3-4 വെണ്ടക്ക ഇങ്ങനെ കട്ട് ചെയ്തിടുന്നുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് പഴുത്തതായിപ്പോയിന്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മുങ്ങിക്കിടക്കത്തക്ക വെള്ളം ഒഴിച്ച് നമുക്ക് സ്റ്റൗ കത്തിച്ച് വേവിക്കാൻ വെക്കാം. ഇത് തിളക്കുമ്പോഴാണ് നമ്മൾ ഇതിൽ ഒരു തക്കാളിയും കൂടെ മുറിച്ചിടുന്നത്. ആ വെണ്ടക്ക തിളക്കാൻ തുടങ്ങി. നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില, നല്ലൊരു മണം ഉണ്ടാകും കറിവേപ്പില, പിന്നെ ഒരു ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവാൻ വെക്കുക. ആ സമയത്ത് നമ്മൾക്ക് ഈ കറിക്ക് വേണ്ട തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. ഒരു തേങ്ങയുടെ 1/4 ഭാഗം മാത്രമേ ഞാൻ ഇതിൽ അരക്കാൻ എടുത്തിട്ടുള്ളൂ. ഇതിൽ 1 ടീസ്പൂൺ നല്ല ജീരകം, നമ്മൾ സാധാ ചെറിയ ജീരകമില്ലേ അത്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ആവശ്യത്തിന് മോരൊഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്, വെള്ളം ചേർത്തിട്ടല്ല. ആവശ്യത്തിന് പുളിയുള്ള മോരായിരിക്കണം. അത് മോരായാലും തൈരായാലും മതി. ഇത് നന്നായി അരച്ചെടുക്കുക. നമ്മുടെ വെണ്ടക തക്കാളിയൊക്കെ ഇവിടെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ അരക്കുമ്പം അതിൽ കാന്താരി ഉണ്ടെങ്കിൽ ചേർത്തിട്ട് അരച്ചാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതായതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കാന്താരി കൂട്ടി തേങ്ങ അരച്ച അരപ്പ് കറിയിൽ ചേർത്താൽ നമുക്ക് അരപ്പ് കറിയിൽ ചേർക്കാം. നമ്മുടെ കറി ഈ സമയത്താണ് അതിൽ വേണ്ടത്ര ഉപ്പും മുളകും പുളിയും ഒക്കെ നോക്കി അത് വേണ്ട രീതിയിൽ പാകാക്കുന്നത്. കറി കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് തേങ്ങ അരച്ച മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അത് കറിയിലേക്ക് ഒഴിക്കാം. കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. കറി കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. ഈ സമയം നമുക്ക് പുളിയും നോക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് മോരൊഴിച്ച് കൊടുക്കുക. അതുപോലെ ഉപ്പും ഒക്കെ ഈ സമയത്ത് റെഡിയാക്കുക. തേങ്ങ അരപ്പ് ഒഴിച്ച് പിന്നെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അധിക സമയം തിളപ്പിച്ചുകൊണ്ടിരിക്കേണ്ട. കുറച്ച് സമയം തിളച്ചപ്പോഴും തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ കറി തിളക്കാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു വറവാണ് തയ്യാറാക്കേണ്ടത്. കടുകും ഉലുവയും ഉണക്കമുളകും എല്ലാം കൂടി നല്ലൊരു വറവ് ഇതിലേക്ക് ഇടുന്നുണ്ട്. കറി നമ്മൾ ഓഫ് ചെയ്തു. ഇനി വറുത്തിടാൻ വേണ്ട ചെറിയ പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കടുക് ഇടുക ആവശ്യത്തിന്. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവയാണ് ഈ കറിയുടെ ഒരു ഫുൾ ടേസ്റ്റ് വരുത്തുന്ന ഒരു സാധനം. പിന്നെ 2 വറ്റൽമുളക് മുറിച്ചിട്ട് 2 കതിർപ്പ് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയം തന്നെ നമുക്ക് നല്ല വിശപ്പ് വരും. എല്ലാവരും ഇത് നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.